കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി തെരുവ് നാടകം അവതരിപ്പിച്ചു. LSGDയുടെയും അമൃത് മിഷന്റെയും സഹകരണത്തോടെ കായംകുളം നഗരസഭയുമായി സഹകരിച്ച് മുക്കട ജംഗ്ഷനിലാണ് നാടകം അവതരിപ്പിച്ചത്. കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് തെരുവു നാടകം അവതരിപ്പിച്ചത്. കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ ജലസംരക്ഷണം, ദ്രവമാലിന്യ സംസ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു നാടകം സംഘടിപ്പിച്ചത്. LSGD, അമൃത് മിഷൻ, കായംകുളം നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. കായംകുളം നഗരസഭാ കൗൺസിലർ ബിനു അശോക് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മുക്കട CPCRA ജംഗ്ഷനിൽ നടക്കുകയാണ്. നമ്മുടെ ജലം ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ മൂന്നിൽ എത്ര ഭാഗമാണ് ജലമെന്നും കരയെന്നും നമുക്കറിയാം. അപ്പോൾ ആ കരഭൂമിയിലുള്ള ജലം നമ്മുടെ ഇപ്പോൾ അണുകുടുംബങ്ങളായ സമയത്ത് വീടുകളിലെല്ലാം തന്നെ കിണറുണ്ട്. ഇപ്പം കുടിവെള്ളത്തെ നമ്മൾ മറ്റുള്ള പബ്ലിക് ടാപ്പിളെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലീമസത്തിന് മാറ്റമാകാൻ നമുക്കറിയാം, സർക്കാരിൻ്റെയൊക്കെ പുതിയ നിയമം അനുസരിച്ച് കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ഏറ്റവും കുറഞ്ഞ 7 മീറ്റർ വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു വീട് നിൽക്കുന്ന 5 മീറ്ററില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ 7 മീറ്ററിൻ്റെ അകലം വരുന്നത്? അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജലം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ജലമില്ലെങ്കിൽ മനുഷ്യന്. കൃഷ്ണപുരം കൊട്ടാരം ചാർജ് ഓഫീസർ ഹരികുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ഷീജ മോൾ കെ, പ്രിൻസിപ്പൽ വിനോദ് കുമാർ കെ, സുജിത്ത്, ഷംനാഥ്, മൈക്കിൾ കോളിൻസ്, പോൾ വി പീറ്റർ, സ്മിത, ശൈല, സ്മിത, ഗീതുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ജലവുമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് ഇപ്പോൾ ധാരാളം തോടുകളും കുളങ്ങളും എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇത് മലീമസമായിട്ട് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മളെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിയുന്നത്. തുടർന്ന് ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ദിവസം പ്രതിയുള്ള ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നതിന് വേണ്ടി ടാങ്കറുകളിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അത് തുടർന്നും വളരെ രൂക്ഷമായിട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ജലത്തെ സംരക്ഷിക്കാം? നമ്മുടെ ഈ ദ്രവമാലിന്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും സീവേജ് വാട്ടർ നമ്മൾ ശുദ്ധീകരിച്ച് നമുക്ക് എങ്ങനെ അത് കുടിവെള്ളമാക്കാം, അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തെരുവ് നാടകം ഇവിടെ സംഘടിപ്പിച്ചു. ജലപദയാത്ര, ജലശബ്ദ പ്രതിജ്ഞ എന്നിവയും ഇതോടനുബന്ധിച്ചെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നു, ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ലഹരിമുക്ത സമൂഹത്തിനായി കായംകുളം.